കൊള്ളാമല്ലേ? ഗോപുരം നോക്കി, എന്ത് വലുതെന്ന് നോക്കി അമ്പലത്തിൻ്റെ. അവിടെ അമ്പലം എത്തുന്നതിന് മുമ്പ് ഇങ്ങോട്ട് സൈഡിലോട്ട് കയറി ഇവിടെയും ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെ ഒരു ടെമ്പിളാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഒന്നുമില്ല, നമുക്ക് അകത്ത് കയറി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അകത്ത് എനിക്ക് തോന്നുന്നു ഷൂട്ടിങ് ചെയ്യാൻ പറ്റുമോ എന്തോ. ആ ഗോപുരം ഏതായാലും കൊള്ളാമല്ലേ. വണ്ടിയിലൊക്കെ വരുന്നവർക്കൊക്കെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോവാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു ശുചീന്ദ്രം ടെമ്പിള്. നല്ല മാങ്ങയില്ലേ, കൊച്ചു മാങ്ങ ഇല്ലേ, പഴുത്ത മാങ്ങയത് കൊള്ളാമല്ലേ, കാണാൻ നല്ല രസമുണ്ട്. വട്ടിയുണ്ട്. തമിഴ്നാട് സ്പെഷ്യൽ കരിപ്പോട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ ഇട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ദർശനത്തിൻ്റെ അങ്ങോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ വട. ഹനുമാൻ നേദിക്കുന്ന വടയാണ്. ഇങ്ങനത്തെ വട നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു പ്രസാദമാണ്, ഹനുമാൻ്റെ വട. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് പക്കാ വടയുടെയൊക്കെ വേറൊരു ടേസ്റ്റ്. നമ്മൾ തൊഴുതിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർ വരുവരായിരിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസാദം ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കും. നമ്മളങ്ങ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു രസമാണ്. നല്ല തണുത്ത കാറ്റും നല്ല അന്തരീക്ഷവും അടിപൊളിയായിരുന്നു. നല്ലൊരു പീസ്ഫുൾ പ്ലേസ് അങ്ങനെ പറയാം. അത് കണ്ടില്ലേ, അത് പ്രസാദ കൗണ്ടറാണ്. അവിടെ ചെന്ന് നമുക്ക് പ്രസാദം വാങ്ങാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അൽബൂരി ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ എനിക്ക് അൽബൂരി ഭയങ്കര ഇഷ്ടമാണ്. അൽബൂരി, വടയുണ്ട്. വടയെന്ന് പറയുന്നത് നമ്മുടെ ഹനുമാൻ നേദിക്കുന്ന വട. പിന്നെ അല്ലാതെ മുറുക്ക് പോലൊരു വലിയ സാധനം കണ്ടില്ല, ഒരു വെളുത്തിരിക്കുന്ന കണ്ടില്ല ഒരു ബോക്സിൻ്റെ അകത്ത്, ആ മുറുക്കുണ്ട്. ലഡുവുണ്ട്. അപ്പം ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നും പറഞ്ഞ് ഒരു കോംബോ ഉണ്ട് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു ഇത് പ്രസാദം. ആ ഒരു ബോക്സിലുള്ള പ്രസാദത്തിന് 100 രൂപയും. പിന്നെ അല്ലാതെ ഈ അൽബൂരി നമുക്ക് അല്ല പൈസ കൊടുത്ത് എക്സ്ട്രാ വാങ്ങാൻ പറ്റും. അതിനൊരു 10 രൂപ കൊടുത്ത ഈ അൽബൂരി അല്ലാതെ ഈ വട അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് 10 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റും. ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഒരു നല്ല അന്തരീക്ഷമാണ് കേട്ടോ. മൊത്തം പാറ വെച്ചല്ലേ കെട്ടിയിരിക്കുന്നത്. പ്രസാദമൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച ആൾക്കാർ ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അൽബൂരിയാണ്. പിന്നെ ലഡുവും സൂപ്പർ. നമ്മളെ തിരുപ്പതി ലഡു കണക്ക് വലിയ ലഡുവാണ്. ലഡുവിൻ്റെ വില 50 രൂപയാണ്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് വാങ്ങാം. ഹനുമാൻ്റെ പ്രസാദം, ശിവഭഗവാന്റെ പ്രസാദം, ബ്രഹ്മ വിഷ്ണു ശിവൻ അങ്ങനെ ഒരു കോംബോ ആയിട്ടുള്ള പ്രസാദം എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ആരെ പ്രസാദമാണ്? ശിവൻ്റെ. ഇത് ആഞ്ജനേയർ. അപ്പൊ ആഞ്ജനേയർ ലട്ട്, ഇത് ഗണപതി ലട്ട്, അത് ബ്രഹ്മ വിഷ്ണു ശിവൻ ലട്ട് മുറുക്ക് അപ്പം ചേർന്ന്. അപ്പം ഇത് 9 എണ്ണം, ഇതിൽ നിന്ന് 1 എണ്ണം, ടോട്ടൽ 100 രൂപയ്ക്ക് കിട്ടും. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശുചീന്ദ്രം ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഞാനിപ്പോൾ അകത്ത് കയറി തൊഴുതിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അകത്ത് നമുക്ക് ഷൂട്ടിംഗ് അനുവദിക്കത്തില്ല. എന്ന് വെച്ചാൽ മൊബൈൽ, ക്യാമറ അങ്ങനെയുള്ളത് വെച്ചാൽ അടിയിൽ അതിൻ്റെ അകത്തായിട്ട് വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് നിന്ന് ചെയ്യുന്നത്. പിന്നെ അകത്തെ കാഴ്ചകൾ ഞാൻ പറഞ്ഞുതരാം. ഈ കൊത്തുപണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു ശുചീന്ദ്രം ടെമ്പിള്. ഹനുമാനുണ്ട്, മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു ക്ഷേത്രമാണ് ശുചീന്ദ്രം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതിന് സൈഡിലായിട്ട് അവിടെ ഒരു കുളമുണ്ട്, നമ്മൾ വന്നപ്പം കണ്ട ഒരു കുളം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വലിയൊരു രഥം കിടപ്പുണ്ട്. കണ്ടില്ലേ ആ ഒരു രഥം? ആ രഥത്തിൻ്റെ ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ നോക്കി, എന്നാ വലിപ്പവും നോക്കി. ഞാൻ ഇത്രയും വലിയൊരു രഥം ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം ചിലപ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഇത് ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്, നമ്മുടെ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് അകത്തോട്ട് കയറി നേരെ ചെല്ലുമ്പോൾ നമുക്ക് ഹനുമാന് വെറ്റമാലയൊക്കെ വാങ്ങാം. വെറ്റമാലയുടെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 400 രൂപയാണ് പകുതി. ഫുള്ള് മാല എന്ന് വെച്ചാൽ ഹനുമാന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം അത്രയും ഹൈറ്റിനുള്ള മാല വാങ്ങിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇടണമെങ്കിൽ 800 രൂപയാവും. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം പുറത്തുനിന്ന് ഹിന്ദിക്കാരടക്കം ആൾക്കാരകത്തുണ്ട്. പിന്നെ അൽബൂരി, ലഡു, അങ്ങനെയൊക്കെ വട, അങ്ങനെയൊക്കെ പ്രസാദങ്ങളുണ്ട്. ഹനുമാൻ്റെ സ്പെഷ്യലായിട്ടൊരു വടയുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട്. കുറേ പേര് കല്യാണം കഴിച്ച് മാലയൊക്കെ ഇട്ടിറങ്ങി വരുന്ന ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചല്ല, ഇവിടെ വന്നിട്ട് കല്യാണം കഴിച്ചവർ തന്നെ പിന്നെയും കഴിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അകത്ത്. അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. പിന്നെ അവർ വന്നിട്ട് മധുരം കൊടുക്കുന്ന കാഴ്ചകൾ അതെല്ലാം കണ്ടു. വളരെ നല്ലൊരു രസമായിരുന്നു അകത്തുള്ള കാഴ്ചകളും എല്ലാം.
കാഴ്ചയൊക്കെ അടിപൊളി കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ബൈക്കാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ലൂണ പോലത്തെ വണ്ടികൾ. അത് ഒരുപാടുണ്ട്, അതിന് നല്ല മൈലേജും അല്ലേ. പമ്പരോഗം ഇരിക്കുന്നുണ്ട്. ഇതുപോലത്തെ നാടൻ കരിപ്പോട്ടി അതും ഇതുമൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ല, ഈ അമ്മയിരുന്നൊരു സഞ്ചി നെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ആ സഞ്ചി നല്ല കട്ടിയുള്ള സഞ്ചിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നെയ്യുവാണ്. അപ്പോൾ ഒരുപാട് വർഷം, ലാസ്റ്റ് 5 വർഷത്തിൽ കൂടുതൽ ഇരിക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും സ്ട്രോങ് സഞ്ചിയാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, 230 രൂപയല്ലേ ഒരു കുട്ട. 230 രൂപയാണേ സംഭവം. ഈ അമ്മ കൈവച്ച് ഉണ്ടാക്കുന്നതാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ആ ഹാ ഹാ അപ്പൊ അമ്മ പറയുന്നത് വെച്ചാൽ 150 രൂപ ഇത്, പിന്നെ ബാക്കി അമ്മ നെയ്തുണ്ടാക്കുന്നതിന്റെ കൂലിയാണ്. അത് വെച്ചിട്ട് നെയ്തുണ്ടാക്കേണ്ടത്. ഇത് നല്ല ജോലിയുള്ള കാര്യമാണ്, കണ്ടില്ലേ. ഇങ്ങനെ ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ളതാണ്. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അപ്പൊ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുന്നെങ്കിൽ ഇവിടുന്ന് അമ്മയുടെ ഈ ഒരു കുട്ടയെ വട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. 20 വർഷം കിടിലമായിട്ട് ഇരിക്കുമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. 20 വർഷം ഇരിക്കൂലേ അമ്മയുടെ വീട്ടിൽ? 25 വർഷമായതും ഇരിപ്പുണ്ടെന്ന്. സംഭവം ഏതായാലും കൊള്ളാം. നമുക്ക് ഇനി അങ്ങോരെ പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനും. നമുക്ക് ഇനി കന്യാകുമാരിയിലും കൂടി പോകണം. അത് നെയ്യുന്ന കണ്ടോ, ആ ഒരു സ്റ്റൈലുണ്ട്. അത് നല്ല ഒരു സ്പീഡിനാണ് അമ്മ നെയ്യുന്നത്. അത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 250 ഇപ്പൊ 230 കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ കച്ചവടക്കാരാണ്. അമ്മ നല്ലോണം ഇത് നെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 20 വർഷം കിട്ടിലുമായിട്ടിരിക്കും. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ക്വാളിറ്റി. നമുക്ക് എത്രയും ദൂരം പോകണം, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയായിരുന്നു. കോട്ടയമ്മ മാങ്ങയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റ്, കുട വരെ പറന്നു പോകാനുള്ള കാറ്റ്. പറന്നു പോലെ. പിന്നെ ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗം അടിപൊളിയില്ല. നമുക്ക് ഇങ്ങനെ കറങ്ങി ഒന്ന് വന്നാല് അമ്പലത്തിന്റെ ചുറ്റുമതിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് അങ്ങേ അറ്റം പോയ അമ്പലത്തിന്റെ ഒരു കിടിലം ഷോട്ട് കിട്ടും. ഈ ഒരു വഴി കണ്ട. ഇനി നമുക്ക് ഇതുവഴി കറങ്ങി ആ കുളത്തിന്റെ അങ്ങേ അറ്റം പോയിട്ട് അമ്പലത്തിന്റെ ഒരു വൈഡ് ലുക്ക് നമുക്കൊന്ന് എടുക്കാം. ഏതാ ഒരു വലിയ ആനയുടെ ഫ്ലെക്സ് കേട്ടോ. ഇവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടക്കുവാണ്, കണ്ടില്ലേ. കുളത്തിലൊക്കെ ഇറങ്ങി ഇവിടെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കാറുണ്ട് കേട്ടോ. കല്യാണത്തിന് മുമ്പേ ഉള്ള സേവ് ദ ഡേറ്റും പരിപാടിയൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. കണ്ടില്ലേ, അവർ ഷൂട്ടിംഗ് സെറ്റപ്പൊക്കെ നോക്കുക. അതൊരു അപാരമായ കാറ്റ് കേട്ടോ. നമ്മുടെ ലൈവ് ഓഡിയോയിലൊക്കെ കാറ്റടിച്ച് അതിൻ്റെ ഒരു ബഹളമാണ് അല്ലേ. അവരൊക്കെ പിടിച്ച് സാധനമൊക്കെ പറന്നു പോകാതെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു, നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് ഈ തമിഴ്നാട്ടിലോട്ട് വരുമ്പം ഇച്ചിരി കാറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കിയാൽ അവരെ ഷൂട്ടിങ് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ. ഒരുപാട് ക്യാമറമാരും സെറ്റപ്പും ഒക്കെ ആയിട്ട് നല്ല ആംബിയൻസ്. ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് ഞാൻ വല്ലതും പറഞ്ഞാൽ ഫുള്ള് നോയിങ്. അങ്ങോട്ട് പോകാം. ബസ് സ്റ്റോപ്പ് ഇത്ര അടുത്താണ്, അവിടെയാണ് ബസ് സ്റ്റോപ്പ്. നമുക്ക് ഈ കുളത്തിന്റെ അവിടെ പോയിട്ട് ക്ഷേത്രത്തിന്റെ ഒരു കിടിലം വ്യൂ ഒന്ന് കിട്ടും. അതൊന്ന് നോക്കാം. പിന്നെ അവിടെ ഞാൻ നോയിസ് ആയതുകൊണ്ടാണ് അവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി തൊഴുത് ഇറങ്ങി വരാനായിട്ട് നിൽക്കരുത്. അകത്ത് പോയി ഇരിക്കണം അല്ലേ. കുറച്ച് നേരം ഇരുന്ന് ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ട് അകത്തിരിക്കണം. അടിപൊളിയാണ്. ഇവിടെ വെട്ടമില്ല, ഇങ്ങനെയാണ് വെട്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് നിന്ന് കുറച്ച് നേരം ഇരുന്ന് ആ ഹനുമാൻ്റെ മുമ്പേയൊക്കെ പോയി ഒന്ന് ഇരുന്ന് തൊഴുത് ഒരു പ്രത്യേക ഒരു വൈബാണ്, ഒരു പോസിറ്റീവ് എനർജി. ഈ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യവും ഇതൊക്കെ പറയുമ്പം ചിലർ ഇതിനെതിരായിരിക്കാം. പക്ഷേ എങ്കിലും ഞാൻ പറയുവാണ്, ഇതിൻ്റെ അകത്ത് അത് മാത്രമല്ല ഒരു പ്രത്യേക പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ശുചീന്ദ്രം ടെമ്പിൾ എന്ന് പറയുന്നത്. അകത്ത് കയറി നമ്മൾ നല്ലൊരു ടെൻഷനുമായിട്ടാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ള് കറങ്ങി തൊഴുത് നമ്മൾ ഹനുമാൻ്റെ മുമ്പ് എത്തി അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമുണ്ട്. സൂപ്പറല്ലേ. ഈ ഒരു ചെറിയ വീടിൻ്റെ ജനൽ ഒരു കിളിവാതിൽ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടോ, കൊള്ളാമല്ലേ.
അങ്ങനെ നമ്മൾ ശുചീന്ദ്രത്തു നിന്ന് തിരിക്കാൻ പോവുകയാണ്. ഇനി നേരെ നമ്മൾ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജും അതുമൊക്കെ ഒന്ന് കാണണം, അവിടെ പോയി ഒന്ന് ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഒരു പരിപാടിയായിട്ട് പോവുകയാണ്. ഇനിയിപ്പം ഇവിടെ നിന്ന് ബസ് കിട്ടും. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു പോയി അവിടെ നിന്ന് കന്യാകുമാരിക്ക് ബസ്സുണ്ട്, അതിൽ കയറി നേരെ കന്യാകുമാരി. ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് കന്യാകുമാരി പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 13 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഇനി കന്യാകുമാരിയിലേക്കുള്ളത്. 13 കിലോമീറ്റർ ചെന്നാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. ഇപ്പം ഞാൻ സൺസെറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇന്ന് നിൽക്കുന്നില്ല. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറണം. പിന്നെ അവിടെ നല്ല തിരക്കാണ്, ഭയങ്കര ക്യൂവും സംഭവമൊക്കെ ഉള്ള ഒരു ഇതാണ് നമ്മുടെ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇന്ന് വീക്കെൻഡും കൂടി ആയതുകൊണ്ട് ചിലപ്പം തിരക്കായിരിക്കാം. അത് ഇനിയിപ്പോൾ എന്തരാകുന്നതെന്തോ അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. ഏതായാലും നമുക്ക് ഇനി പെട്ടെന്ന് കന്യാകുമാരിയിലേക്ക് വിടാം. അവിടെ ബസ്സുകളൊക്കെ ഉണ്ട്, ഓടിപ്പോയി ബസ്സിൽ കയറി നേരെ കന്യാകുമാരി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഈ ബസ്സിൽ കയറി നേരെ കന്യാകുമാരി. 13 കിലോമീറ്ററാണുള്ളത്. നമ്മുടെ ബസ് വരുന്നു. ഇത് കന്യാകുമാരിയാണോ എന്തോ ചോദിക്കട്ടെ കേട്ടോ. കന്യാകുമാരി എഴുതിയിരിക്കുന്നു. ഇപ്പം കയറാം. കന്യാകുമാരി എന്ന് എഴുതിയിരിക്കുന്നു, ചോദിച്ചോളൂ. നമ്പർ 303 വേണം നമ്മൾ കയറാനുള്ളത്. കന്യാകുമാരി പോവാം. കളിക്കാവിള കന്യാകുമാരി. ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ചേട്ടൻ പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. കളിക്കാവിള കന്യാകുമാരി ബസ് കണ്ടില്ലേ? ഇത് ബസ് ഫുള്ളായിട്ട് പടിയിലൊക്കെ വന്നിരിക്കുന്ന കണ്ടില്ലേ അമ്മച്ചി? അടുത്ത ബസ്സിൽ പോവാം. കൂടി കയറണമല്ലോ. ബാക്കി കാഴ്ചയൊക്കെ നമുക്ക് കന്യാകുമാരി എത്തിയിട്ട് കാണാം. ടാറ്റാ.